ഹായ് ഫ്രണ്ട്സ്, ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവു അയച്ച മെസ്സേജാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു മെയിൽ കാണുക കേട്ടോ ചെയ്യുന്നത്. അത് കണ്ടോടുകൂടി തന്നെ അഭിഷേകിന് സന്തോഷം അടക്കം വയ്യാണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് സുനന്ദ വരുന്നുണ്ട്. സുനന്ദയാണെങ്കിലും ഒരു ഫയൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജറിൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സർ ഇതൊന്ന് നോക്കി തരണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം നോക്കി തരണം സുനന്ദി, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കി തന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല സാറല്ലേ പറഞ്ഞത് ഇപ്പോൾ നോക്കി തരണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. സാറിന് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നുണ്ട്. സാർ എന്തോ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു, കാരണം സാറിൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. അതേ സുനന്ദ, ഞാനൊരു സന്തോഷത്തിലാണ്. സുനന്ദയുടേതായതുകൊണ്ട് പറയുകയാണ്, ഞാൻ ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എം ഡി വിളിക്കുന്നുണ്ട്. എം ഡി തൻ്റെ ക്യാബിലേക്ക് വരാൻ വേണ്ടിയിട്ട് അഭിഷേകിനോട് പറയുന്നുണ്ട്. എം ഡിയാണ് വിളിച്ചത്, ഞാൻ പോയിട്ട് വരാം, ഞാൻ വന്നിട്ട് പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഭിഷേക് ദേവുവിനെ നോക്കി നിൽക്കട്ടോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവു ആണ് തനിക്ക് മെസ്സേജ് അയച്ചതും തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നെല്ലാം അഭിഷേക് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന ഗൗരിയാണത് ചെയ്തത്. ഗൗരിയാണെങ്കിലോ അഭിഷേകിനെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രണയം മുട്ടിട്ടു എന്നുള്ളത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ എം ഡിയുടെ ക്യാബിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അഭിഷേകിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ? ദേവബാലയുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്ര ദൂരമുണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. 13 കിലോമീറ്റർ ഉണ്ടാവും സർ. എന്താണ് ചോദിക്കുന്നുണ്ട്. താൻ എത്രയും ട്രാഫിക്കിൽ ബൈക്ക് ഓടിച്ച് വരണ്ടേ അഭിഷേക്, അതുകൊണ്ട് തനിക്കൊരു കാറ് വാങ്ങിച്ചു തരാം എന്ന് വിചാരിച്ചു. എനിക്ക് വേണ്ട സർ. അല്ലേടോ, ഇങ്ങനെ ട്രാഫിക്കിലും ബ്ലോക്കിലും പെട്ടിട്ട് താൻ വരേണ്ട ഒരാളല്ല. പിന്നെ തൻ്റെ പൊസിഷൻ താൻ മറക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നല്ല ഈ ഒരു ഓഫീസിലേക്ക് താൻ വരണ്ട. മിനിമം ഒരു കാറിലെങ്കിലും വരണം. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മാത്രമല്ല, ഇനി അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ കാർ വേണ്ടെങ്കിൽ വേണ്ട, ഈ ഓഫീസിനടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഇവിടെ താമസിക്കാം. അതാകുമ്പോൾ തനിക്ക് കുഴപ്പമില്ലല്ലോ. ഞാൻ എൻ്റെ അമ്മയെ വെയിറ്റ് ചെയ്യാണ് സർ, അതുകൊണ്ടാണ് വീടൊന്നും വാടകയ്ക്ക് എടുക്കാത്തത്. അമ്മയാണല്ലോ വീട്ടിൽ പെരുമാറേണ്ടത്, അതുകൊണ്ട് തന്നെ അമ്മ വന്നതിന് ശേഷം തന്നെ വീടെടുക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ തൻ്റെ ഇഷ്ടം. ഇതുപോലെ ഒരാളുണ്ടാവുമോ എന്നുള്ള സംശയമാണ്. അച്ഛനും അമ്മയും ഇത്രയും മാത്രം സ്നേഹിക്കുന്ന ഒരാൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അഭിഷേകിനോട് എം ഡി ചോദിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയില്ലേ? എന്തെങ്കിലും സൂചനകളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മറുപടിയില്ല സർ, എത്രയും പെട്ടെന്ന് കാണാൻ പറ്റട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നീട് എം ഡി ചോദിക്കുന്നുണ്ട്, ദേവബാല എങ്ങനെയുണ്ട്? അവൾക്കാണെങ്കിൽ തീരെ റെസ്പെക്റ്റ് ഇല്ല കേട്ടോ. ഒരു എം ഡിയോട് സംസാരിക്കുന്ന രീതിയിലല്ല അവൾ എന്നോട് സംസാരിക്കേണ്ടത്. നാളെ താനും ഈ ഒരു പൊസിഷനിൽ എത്തേണ്ട ഒരാളാണ്. താൻ അവളെ ഒരു മര്യാദയൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സർ, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് ചെറുപ്പം മുതലേ കുറച്ച് വാശിയും ദേഷ്യമൊക്കെ കൂടുതലുള്ള കുട്ടിയാണ്. അമ്മയില്ലാതെ വളർന്നതാണ്. അതിൻ്റെ കുറച്ച് പോരായ്മകൾ അവൾക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അഭിഷേക്. അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അവൾക്കൊന്നും എങ്ങനെയുണ്ട് അവളുടെ പെർഫോമൻസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൾ കാണുന്നത് പോലെയൊന്നുമല്ല, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ കുഴപ്പമില്ല, പക്ഷേ അവളോട് കാര്യങ്ങളൊക്കെ താൻ മനസ്സിലാക്കണം. പിന്നെ തൻ്റെ ഈ ഒരു അവളെക്കുറിച്ച് എന്ത് പറഞ്ഞാലുള്ള ഈ ന്യായീകരണം കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, തനിക്ക് അവളെ കല്യാണം കഴിപ്പിച്ച് തരുമെന്ന രീതിയിലൊക്കെ എനിക്ക് തോന്നാറുണ്ടെന്ന് പറയുന്നുണ്ട്. തനിക്ക് അതിന് വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല സർ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്താ സർ അങ്ങനെ ചോദിച്ചു? അല്ല, തൻ്റെ പെരുമാറ്റം കണ്ടിട്ട് ചോദിച്ചതാണ്. എങ്കിൽ പോയിക്കോ, ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഭിഷേക് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദേവബാല അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേവുവിന് ചുറ്റിപ്പറ്റി തന്നെ അഭിഷേക് നിൽക്കുകയാണ്. അങ്ങനെ സുനന്ദ അത് കാണുന്നുണ്ട്. എന്തോ ഒരു പന്തികേടുണ്ടെന്ന് സുനന്ദയ്ക്ക് മനസ്സിലാവുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, അടുത്തേക്ക് പോയിട്ട്, ദേവു മാനേജർ എം ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ കുറച്ചും കൂടി നല്ല രീതിയിൽ സംസാരിക്കണം, അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല. ദേവരാജ മാഷ് കണ്ടുപഠിച്ചിട്ടുള്ളൊരു കുട്ടിയല്ലേ നീ? മാഷ് എത്ര നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. നീ അങ്ങനെയൊന്നും ചെയ്യരുത്, നല്ല രീതിക്ക് എം ഡിയോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ എൻ്റെ ഇഷ്ടം, ഞാൻ നോക്കിക്കോളാം, താനൊന്ന് പോയേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഭിഷേക് പോകുമ്പോഴത്തേനും അഭിഷേക് വീണ്ടും ദേവുവിനെ നോക്കുന്നത് കാണുമ്പോൾ സുനന്ദയ്ക്ക് എന്തോ ഒരു സംശയം കൊടുങ്ങാട്ടോ ചെയ്യുന്നത്. എന്താണ് ഇങ്ങനെ എന്നൊക്കെ തോന്നുന്നുണ്ട്. അതിനുശേഷം വിളിക്കൊന്ന് വരുമോ ദേവു എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല. എന്തിനാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. തനിക്ക് പറയാനുള്ളത് ഇവിടെ വെച്ച് എന്നോട് പറഞ്ഞോളൂ.
അതല്ല, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ദേവുവിനോട് സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേണ്ട, പുറത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ച് സംസാരിക്കുകയാണ് നല്ലത്. നമുക്കിവിടെ അടുത്തൊരു കോവിലുണ്ട്, അവിടെ വെച്ച് മീറ്റ് ചെയ്യാം വൈകുന്നേരം. വരണം അങ്ങോട്ട് എന്ന് പറയുകയാണ്. നോക്കട്ടെ, വരാതിരിക്കരുതെന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അഭിഷേക് ക്യാബിലേക്ക് പോകുമ്പോഴത്തേനും ഗൗരി എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ദേവബാലയോട്, എന്താ എന്താ സാറ് പറഞ്ഞത്? എനിക്കൊന്നും അറിയില്ല, എന്താ പുറത്ത് വെച്ച് കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണാവോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ദേവു നീ പോകണം, ഞങ്ങളും വേണമെങ്കിൽ കൂടെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ദേവും ശരി പോകാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഗൗരി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുനന്ദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ദേവാലയോട് സാറ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതല്ല, എന്തോ ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നു ദേവബാലയുടെ ജീവിതത്തിൽ, പ്രധാനപ്പെട്ട എന്തോ ഒന്ന്. കാരണം ഇത് ചിലപ്പോൾ ഇതോടുകൂടി അവളുടെ ജീവിതം തന്നെ മാറി മറിയാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സാറിൻ്റെ ജീവിതത്തിൽ അവൾക്കൊരു ഇടം നേടാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ പറയുമ്പോൾ സുനന്ദയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാട്ടോ സുനന്ദ ചെയ്യുന്നത്. കരയുന്നുണ്ട് സുനന്ദ. കാരണം സുനന്ദയ്ക്കും അബീനെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്, അത് പറയാൻ തനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെയ്ക്കും. അതുകൊണ്ട് തന്നെ നല്ല സങ്കടമുണ്ട്. അതിനുശേഷം കോവിലിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരിയും കൂട്ടുകാരൊക്കെ പോയിട്ട് ദേവബാലയെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. എന്താ ദേവു നീ മടിച്ച് നിൽക്കുന്നത്, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുന്നുണ്ട്. അല്ല, എനിക്ക് എന്തോ ഒരു മടി തോന്നടി, എന്താ ഇപ്പോൾ ചെയ്യുക? നീ ഒരു കാര്യം ചെയ്യ്, സാർ നിന്നെ നല്ല കാര്യത്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. എന്ത് പറഞ്ഞാലും നല്ല പോലെ ആലോചിച്ചിട്ട് വേണം നീ അത് മറുപടി പറയാം, എടുത്ത് ചാടി ഒന്നും പറയാൻ നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ സാറ് വരുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് മാറാമെന്ന് പറയുന്നു. അങ്ങനെ അഭിഷേക് ദേവുവിന് കൊടുക്കുമ്പോഴത്തേനും എനിക്കൊന്നും വേണ്ട, എന്താണ് അതെന്താ പ്രസാദ് ഇഷ്ടമല്ലേ? എനിക്ക് പ്രസാദ് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, നീ തന്നതുകൊണ്ട് എനിക്കിഷ്ടപ്പെടാത്തതാണെന്നൊക്കെ പറയുന്നു. എനിക്ക് എന്താ ദേവു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നീ എന്നെ കളിയാക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയൂ. പിന്നെ ഓഫീസിൽ വെച്ച് നിന്നോട് പെരുമാറുന്ന രീതിയൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല, അതൊക്കെയാണ് പറയാനും ഉദ്ദേശമെങ്കിൽ എനിക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഒരു മെയിലിലൂടെ. എനിക്ക് നിൻ്റെ മനസ്സിൽ അത്ര ഇഷ്ടമാണെങ്കിൽ എനിക്കതിന് സമ്മതമാണെന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തൊക്കെ പൊട്ടത്തരായി പറയുന്നത്? അങ്ങനെ ആ പ്രിൻ്റ് എടുത്ത മെയിൽ എടുത്ത് കാണിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അത് വായിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുക കേട്ടോ ദേവബാല. ഇത് കാണുമ്പോൾ അഭിഷേകിന് സന്തോഷമാവുന്നുണ്ട്. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇതേപോലൊരു മെയിലുണ്ടാക്കിയിട്ട് നീ എന്നെ വളയ്ക്കാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അത് നടക്കാൻ പോകുന്നില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവു നീ എന്തേ പറയുന്നത്? നീ എന്നെ പൊട്ടനാക്കുകയാണോ ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, ഇതൊന്നും ഞാൻ എഴുതിയതല്ല, പക്ഷേ നിൻ്റെ മനസ്സിൽ ഇപ്പം ഇത്രത്തോളം ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിഷേകിൻ്റെ കോളറിൽ കയറി പിടിക്കുകയായിട്ട് ചെയ്യുന്നു. ദേവബാല ഇവിടെ ആളുകളുണ്ട്, നീ എന്താണ് ഈ ചെയ്യുന്നത്? നീ പോയിക്കോ, നീ വീട്ടിലേക്ക് വാ, ഞാൻ ശരിയാക്കി തരാമെന്ന് പറയും. നിന്നോട് എനിക്ക് ഒരിക്കലും തന്നെ ഇഷ്ടം ഉണ്ടാവില്ല, നീ എന്നെ വെറുപ്പിക്കാതെ ഇവിടെ നിന്ന് കടന്നു പോയിക്കോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്.